പാലക്കാട് നഗരസഭയിൽ മൊത്തം 53 സീറ്റാണ് ഇത്തവണയുള്ളത്. ബാക്കി 28 പേരുടെ പ്രഖ്യാപനം ഓൾറെഡി ഒരു ഉന്നതനായ കോൺഗ്രസ് നേതാവ് ഇടപെട്ട് തടഞ്ഞിരിക്കുകയാണ് എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് 28 പേരുടെ ലിസ്റ്റ് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അതോടൊപ്പം തന്നെ ശ്രീ ഷാഫി പറമ്പിലിന്റെയും ഒക്കെ ഒരു ഇടപെടൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. എനിക്ക് ഈ രാഹുൽ മാങ്കൂട്ടം ചില സമയങ്ങളിലൊക്കെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അലിൻ ജോസ് പെരേരയാണ്. നമസ്കാരം. പാലക്കാട് നഗരസഭയില് ഇതുവരെ സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല. എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത്? പാലക്കാട് നഗരസഭയിൽ മൊത്തം 53 സീറ്റാണ് ഇത്തവണയുള്ളത്. അതിൽ 42 സീറ്റുകളിൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. ബാക്കി 10 സീറ്റുകളിൽ മുസ്ലിം ലീഗ്, ഒരു സീറ്റ് അതേഴ്സിനാണോ സ്വതന്ത്രനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതേ രീതിയിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിരിക്കുന്നത്. അപ്പോൾ ഈ 42 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളിൽ എല്ലാ സ്ഥാനാർത്ഥികളെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ 14 പേരെ മാത്രമേ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളൂ. ബാക്കി 28 പേരുടെ പ്രഖ്യാപനം ഓൾറെഡി ഒരു ഉന്നതനായ കോൺഗ്രസ് നേതാവ് ഇടപെട്ട് തടഞ്ഞിരിക്കുകയാണ് എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ ഷാഫി പറമ്പിൽ പാലക്കാട് MLA ആയിട്ടിരിക്കുന്ന സമയത്ത് ശ്രീ VK ശ്രീകണ്ഠനുമായിട്ടുള്ള ഒരു ചേരിപ്പോര് അത് പരസ്യമായ രഹസ്യമാണ്, എല്ലാവർക്കും അറിയാം. അതുകൂടാതെ മുതിർന്ന പല കോൺഗ്രസ് നേതാക്കന്മാരും ഉള്ള ഒരു സ്ഥലമാണ് ഈ പാലക്കാട് എന്ന് പറയുന്നത്. VS വിജയരാഘവൻ നേരത്തെ പാലക്കാട് MP ഒക്കെ ആയിരുന്നു. അദ്ദേഹം സമ്പന്നനായിട്ടുള്ള കോൺഗ്രസ് നേതാവാണ്. അങ്ങനെയുള്ള സീനിയർ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. AV ഗോപിനാഥ് മുൻ DCC പ്രസിഡന്റ് ആയിട്ടിരുന്ന AV ഗോപിനാഥ് ഒക്കെ ചില പ്രശ്നങ്ങൾ കാരണം കോൺഗ്രസ് വിട്ട് ഇന്ന് ഇപ്പോൾ മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ഒപ്പം ചേർന്നിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് 28 പേരുടെ ലിസ്റ്റ് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അതോടൊപ്പം തന്നെ ശ്രീ ഷാഫി പറമ്പിലിന്റെയും ഒക്കെ ഒരു ഇടപെടൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. ഈ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ എങ്ങനെയും പാലക്കാട് തന്റെ ഒരു അസ്തിത്വം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമത്തിലാണ്. നഷ്ടപ്പെട്ടു പോയ മാനം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പരിശ്രമത്തിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ രാഹുൽ മാങ്കൂട്ടം ചില സമയങ്ങളിലൊക്കെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അലിൻ ജോസ് പെരേരയാണ്. കാരണം ഇന്നിപ്പോ അവിടെ ഒരു വീടിന്റെ തറക്കല്ലിടൽ നല്ല കാര്യമാണ്. വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതൊക്കെ ഏറ്റവും നല്ല മഹത്തരമായ കാര്യമാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ചയും കണ്ട് അദ്ദേഹം വീണ്ടും ഒരു വീടിന്റെ ഒരു തറക്കല്ലിടൽ നടത്തിയിരുന്നു. അന്നും അദ്ദേഹം ഒരു സിനിമ ആക്ട്രസിനെയാണ് കൊണ്ടുവന്നത്. സിനിമ ആക്ട്രസിനെ കൊണ്ടുവരികയും ആ ആക്ട്രസുമായിട്ട് വളരെ മിങ്കിൾ ചെയ്ത് സംസാരിക്കുകയും വളരെ ഇതായിട്ട് സംസാരിക്കുക, അവരോടൊപ്പം ഇരുന്ന് ചായ കുടിക്കുകയും കല്യാണം കഴിയുന്ന രീതിയിലേക്ക് ഉള്ള, അതായത് പുതുമോടിയിൽ ആളുകൾ പോകുന്ന എന്ന രീതിയിലൊക്കെ വരുത്തി തീർക്കത്തക്ക രീതിയിലുള്ള ചില ഫോട്ടോസ് ഒക്കെ പുറത്തേക്ക് വിടുകയൊക്കെ ചെയ്തു. അത് അവരുടെ ഇഷ്ടം, അവരുടെ ലോകം, അത് അവരുടെ കാര്യം, അതിനകത്ത് നമുക്ക് ഇടപെടാനില്ല. പക്ഷെ ഇന്ന് വീണ്ടും ഒരേ ഡ്രസ്സ് ധരിച്ച് അനുശ്രീമൊത്ത് എത്തുന്ന സമയത്ത് നമുക്ക് എന്താ തോന്നുക എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് എന്തോ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാട്ടലായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും ഫീൽ ചെയ്യുക സ്വാഭാവികമാണ്. ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളത്, കേരളത്തിൽ കാണിച്ചിട്ടുള്ളത്, രാഷ്ട്രീയത്തിൽ ആരും കാണിച്ചിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയ എന്റർടൈനേഴ്സ് ആയിട്ടുള്ള അലിൻ ജോസ് പെരേരയും ആറാട്ടണ്ണനും തമ്മിൽ ഇടയ്ക്ക് ചില യുദ്ധങ്ങൾ നടക്കാറുണ്ട്, ഒരു ഇന്റേണൽ ഫൈറ്റ്സ് നടക്കാറുണ്ട്. ഈ ഇന്റേണൽ ഫൈറ്റ് നടക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്ത് ഈ അലിൻ ജോസ് പെരേരയ്ക്കും ആറാട്ടണ്ണനും ഒക്കെ എതിരെ ഒരു പോലീസ് കേസ് വന്നിരുന്നു. ഏതോ ഒരു നടി കൊണ്ടായിട്ട് പരാതി കൊടുക്കുകയും ഇവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി അലിൻ ജോസ് പെരേര എന്താണെന്ന് വെച്ചാൽ തന്റെ ക്രെഡിബിലിറ്റി തിരിച്ചു പിടിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള നടിമാരൊക്കെ ആയിട്ട്, അതായത് ഈ സോഷ്യൽ മീഡിയ രംഗത്ത് നിൽക്കുന്ന നടിമാരൊക്കെ ആയിട്ട് പോയിട്ട് റീൽസ് ചെയ്യുക, അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുക, അങ്ങനത്തെ ഒക്കെ ഒരു രീതി അലിൻ ജോസ് പെരേരയ്ക്ക് രണ്ടുപേർക്കും പബ്ലിസിറ്റി ആയി. അതേ രീതിയിൽ അപ്പോൾ ആറാട്ടണ്ണനും സമാനമായിരിക്കും. അലിൻ ജോസ് പെരേര ഇത് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിൽ തന്നെ ആറാട്ടണ്ണനും പോയി ചെയ്യും. എനിക്ക് തോന്നുന്നു ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം ഇന്നും കഴിഞ്ഞ 2 ആഴ്ച മുമ്പൊക്കെ ഈ പാലക്കാട്ട് കാട്ടിക്കൂട്ടിയത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ആ ഒരു നിലവാരത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ പറയേണ്ടത്. രാഹുൽ മാങ്കൂട്ടം ഏകദേശം ആ ഒരു നിലവാരത്തിലാണ്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണെന്ന് ഇതുപോലുള്ള കാട്ടിക്കൂട്ടം, ഒരേ ഡ്രസ്സ് ഇട്ട് വരിക, അതിനുശേഷം അത് എന്ത് മെസ്സേജാണ് അദ്ദേഹം നൽകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം നടത്തിയിരിക്കുന്ന അതിക്രൂരമായ ചെയ്തികളെയൊക്കെ ന്യായീകരിക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ഇതെന്നൊക്കെ അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥയാണത്. ആ മാനസികാവസ്ഥ നമ്മൾ ചോദ്യം ചെയ്യാനില്ല. അത് ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ താല്പര്യങ്ങളെ നമ്മൾ എതിർക്കാൻ പാടില്ല, ഒരു കാരണവശാലും എതിർക്കാൻ പാടില്ല. രാഹുൽ മാങ്കൂട്ടമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന യുവതികളുണ്ട്. അവരുടെ ഒന്നും കാഴ്ചപ്പാടുകളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കത്തില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിലേക്ക് ഒന്നും നമ്മൾ ഒരു കടന്നുകയറ്റവും നടത്തുന്നില്ല. പക്ഷെ നമ്മളുടെ കൺമുമ്പിൽ കാണുന്ന ചില കാര്യങ്ങളെ നമ്മൾ കൃത്യമായിട്ട് അത് പറയും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് നമ്മുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് അലിൻ ജോസ് പെരേരയും
ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ സമാനമായിട്ട് തന്നെ തോന്നുന്നു. അതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നും. ഈ രാഹുൽ മാങ്കൂട്ടം കാണിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് അലിൻ ജോസ് പെരേരയും കാണിച്ചിട്ടുള്ളത്. അലിൻ ജോസ് പെരേര പിന്നെ കുറച്ച് വൾഗറായിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു പരാതിയുണ്ട്. അത്രയും വൾഗർ ആവാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടം ക്യാമറയ്ക്ക് മുമ്പിൽ ആവുന്നില്ല എന്നുള്ളൊരു സത്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിനെ നമ്മൾ ഒരിക്കലും പറയാതിരിക്കാനും വയ്യ. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പം ഇന്നിപ്പോ രാഹുൽ മാങ്കൂട്ടം അവിടെ എന്താ ഒരു സ്നേഹഭവനത്തിന്റെ തറക്കല്ലിടൽ നടത്തുന്നു. ഇങ്ങനെ കുറച്ചൊക്കെ ഒരു സ്വീകാര്യത ജനങ്ങൾക്കിടയിലേക്ക് തനിക്ക് വീണ്ടും ആകും. വീണ്ടും പാലക്കാടിന്റെ പൊന്നോമനയായിട്ടുള്ള MLA ആയിട്ട് ഇയാൾ മാറും എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ താനില്ലാത്തത് കൊണ്ട്, എന്നാൽ തന്റെ ഇടപെടലാണ് എന്ന് പാലക്കാട്ടുകാർക്കും തോന്നിപ്പിക്കാനും പാടില്ല. അതായത് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ എന്താണ് വിചാരിക്കേണ്ടത്? രാഹുൽ മാങ്കൂട്ടം MLA ഇടപെടാത്തത് കൊണ്ടാണ് ഈ കാര്യങ്ങളിലൊക്കെ ഇതേമാതിരി ഒരു ഡിലേ വരുന്നത് എന്ന് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരെ ബോധിപ്പിക്കുക. അതിനുശേഷം അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരെ തന്റെ പക്ഷത്തേക്ക് കൊണ്ടുവരിക. ഇപ്പൊ എന്താണ് അവിടെ സ്വാഭാവികമായിട്ടും അവിടെ സീറ്റ് ചർച്ചകളൊക്കെ പൂർത്തിയായതാണ്. ഈ 42 സീറ്റുകളിലേക്കുള്ള സീറ്റ് ചർച്ചകൾ മൊത്തമായിട്ടും പൂർത്തിയാക്കിയിരിക്കുന്നതാണ്. പക്ഷേ ഇതിനെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള തടസ്സം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 നേതാക്കന്മാരാണ്. VK ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും പിന്നെ കാണാമറയത്ത് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം UDFന്റെ ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുകയും അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല, എന്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഞാൻ UDF പ്രവർത്തകരെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പരസ്യമായിട്ട് അദ്ദേഹം വെല്ലുവിളിച്ചിരുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണെന്നേ. അദ്ദേഹം പറയുന്നത് എന്താണ്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ജീവന്മാരുടെ പോരാട്ടം നടത്തി അദ്ദേഹത്തെ പാലക്കാട് MLA ആക്കിയിട്ടുള്ളത് UDFന്റെ പ്രവർത്തകരാണ്. അതുകൊണ്ട് UDFന്റെ പ്രവർത്തകർ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തകരുടെ മുഴുവൻ വിജയത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അഹോരാത്രം പണിയെടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു എതിർപ്പില്ല, പണിയെടുത്തോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും ഈ ഒരു ഡ്രാമ അവസാനിപ്പിക്കണം. ഇത് സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ഒക്കെ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും അവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ സമ്മതിക്കണമെന്നേ. എന്തിനാണ് ഈ രാത്രിയുടെ മറവിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തടയുകയും അതിനുശേഷം ഈ സ്ഥാനാർത്ഥികളുടെ പക്ഷത്ത് പോയി നിന്നിട്ട് അവർ മൂലമാണ് മറ്റാളുകൾ മൂലമാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു കരിങ്കാലി പ്രവർത്തനം എന്തിനാണ് ഇവർ നടത്തുന്നത്? ഇവർക്ക് പരസ്യമായിട്ട് പറഞ്ഞുകൂടെ 28 പേരിൽ ഇന്ന സ്ഥാനാർത്ഥികളെ ഞങ്ങൾക്ക് താല്പര്യമില്ല, അവരെ മാറ്റണമെന്ന് പറഞ്ഞുകൂടെ? അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന ആളുകളോട് താല്പര്യമില്ല, അവരൊക്കെ തന്റെ നേരെ വിരൽ ചൂണ്ടി എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളാണ്, അങ്ങനെ തങ്ങളെ വിമർശിക്കുന്ന ആരെയും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്ന് പരസ്യമായിട്ട് ഷാഫി കൊണ്ട് പറയട്ടെന്നേ. അത് പറയാതെ ഇതിങ്ങനെ ഈ ആളുകളുടെ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ 28ഓളം വരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് തടഞ്ഞു വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കഷ്ടമാണ് എന്നാണ് പറയാനുള്ളത്. അത് അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരോട് ചെയ്യുന്ന ദ്രോഹമാണെന്നേ. കാരണം ഈ കോൺഗ്രസ് പ്രവർത്തകർ മത്സരിക്കേണ്ട തെരഞ്ഞെടുപ്പല്ലേ, ആ തെരഞ്ഞെടുപ്പിനെങ്കിലും കുറച്ചൊക്കെ മര്യാദ കാണിക്കണ്ടേ, രാഷ്ട്രീയ ഡ്രാമ നിർത്തണ്ടേ? ഷാഫിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് അല്ലേ. എന്തെല്ലാം കാര്യങ്ങൾ KPCCയുടെ സംസ്ഥാന തലത്തിൽ ചെയ്യാൻ വേണ്ടി കിടക്കുന്നു. അതിനിടയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വന്ന് അദ്ദേഹം മുൻ MLA ആയിരുന്ന ഒരു സ്ഥലത്ത് വന്ന് അനാവശ്യമായിട്ട് മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അവിടുത്തെ കാര്യങ്ങൾ അവിടുത്തെ DCC പ്രസിഡന്റും അവിടുത്തെ നിയോജക മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റുമാരും മണ്ഡലം പ്രസിഡന്റുമാരും ഒക്കെ ചേർന്ന് തീരുമാനിക്കട്ടെ. അതിനുള്ള സ്വാതന്ത്ര്യമെങ്കിലും അവർക്ക് കൊടുക്ക്. അവർ തീരുമാനിച്ച അവിടുത്തെ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും DCC പ്രസിഡന്റും ഒക്കെ കൂടെ തീരുമാനിച്ച, അല്ലെങ്കിൽ അവിടെയുള്ള KPCC ഭാരവാഹികൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് തീരുമാനിച്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഷാഫി എന്തിനാണ് തടസ്സം നിൽക്കുന്നത്? അവർക്ക് തോന്നുന്നുണ്ടാവും അവരെ കഴിഞ്ഞ് മുകളിലായി പോയാലോ എന്നുള്ള തോന്നൽ കൊണ്ടാണ്. അവരെ കഴിഞ്ഞ് മുകളിലായി പോയാലോ എന്നുള്ള തോന്നലല്ല. കാരണം അവര് പറയുന്ന ചില സ്ഥാനാർത്ഥികളുണ്ട്. കാരണം ഇത് പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാട് നഗരസഭയിൽ ഒരു ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ കോൺഗ്രസിന്റെ മുനിസിപ്പൽ ചെയർമാനായിട്ട് വന്നു എന്ന് കരുതുക. അങ്ങനെ ഒരു പാലക്കാട് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ മുനിസിപ്പൽ ചെയർമാനായിട്ട് വരുന്നു. അവരവരുടെ കഴിവ് തെളിയിക്കുന്നു. ആ കഴിവ് തെളിയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പാലക്കാട് പിന്നെ ഇവർക്കാർക്കെങ്കിലും മത്സരിക്കാൻ പറ്റുമോ? ഈ കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അതല്ലേ, കഴിവുള്ളവന്മാരെല്ലാം ചവിട്ടി താഴ്ത്തുമല്ലേ. അതല്ലേ കോൺഗ്രസ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും പ്രശ്നവും എന്ന് പറയുന്നത്. അപ്പോൾ അടിയന്തരമായിട്ട് KPCC ഇടപെടേണ്ട ഒരു വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിട്ടും ഈ സണ്ണി ജോസഫിനെ പോലുള്ള KPCC പ്രസിഡന്റുമാരൊക്കെ ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പലിന്റെയും ഒക്കെ മുമ്പിൽ പോയി ഇങ്ങനെ ഓക്കാനിച്ച് നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് കോൺഗ്രസ് പ്രവർത്തകരെ നിരാശപ്പെടുത്തുന്നതിന് തുല്യമാണത്. എന്താ പറയുക? കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തിട്ടും അദ്ദേഹം നിയമസഭയിൽ പോയതിനു ശേഷവും എന്താണ് സണ്ണി ജോസഫ് പറഞ്ഞത്? വളരെ അനുകൂലമായ, രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ നിലപാടല്ലേ സ്വീകരിച്ചത്. അവിടെ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞ് നിന്ന ആളാരാണ്? പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാത്രമല്ലേ. ആ ഒരു പ്രശ്നമല്ല VD സതീശനും സണ്ണി ജോസഫും തമ്മിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്?
രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയമല്ലേ? വി ഡി സതീശനെതിരായ സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ പോലും ഇതിന്റെയൊക്കെ അത് സ്വാഭാവികമായിട്ടും അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. വി ഡി സതീശന് എതിരെ നടക്കുന്ന സോഷ്യൽ മീഡിയ അറ്റാക്കിന്റെ എല്ലാത്തിന്റെയും ആണിക്കല്ല് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും തന്നെയാണ്. അവർക്കുള്ളത്രയും സോഷ്യൽ മീഡിയ സംവിധാനങ്ങളൊന്നും കേരളത്തിലെ കോൺഗ്രസിലെ ഒരു നേതാക്കന്മാർക്കും ഇല്ല. എന്തിനാണ് പറയുന്നത്? KC വേണുഗോപാലിന് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. കോൺഗ്രസ് പാർട്ടിക്കില്ലെന്ന്, KPCCക്ക് ഇല്ലെന്ന്, UDF ഇല്ലെന്ന്. ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ അത് 1 ലക്ഷം കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോട്ട് കയറ്റുന്നതല്ലേ അത് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഇനിയെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഏതൊക്കെയാലും ഒരു കാര്യം പറയാം, സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പാലക്കാട് നടക്കാൻ വേണ്ടി പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ പ്രവർത്തകർക്ക് മത്സരിക്കാനുള്ള അവസരം ഇല്ലായ്മ ചെയ്യരുത്. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സീനിയർ പ്രവർത്തകരും ഒക്കെയാണ് 42 പേരാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മത്സര രംഗത്തുള്ളത്. അവരുടെ അവസരത്തെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടവും പിന്മാറണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.